Welcome to Sarande. So once again, welcome back to another episode of Travel with Senior Roshan and Ajwal. രാവിലെ തന്നെ നേരം വെളുക്കുകയാണല്ലോ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് എണീക്കാട്ടോ. സോ രാവിലെ എണീറ്റ ഉടനെ ഞാൻ ക്യാമറയും പിടിച്ച് ഇറങ്ങി വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് പുറത്തെ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ബാൽക്കണിയിലോട്ട്, റൂമിൽ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട്, അതിൽ നിന്ന് മെയിൻ ഡോറ് കൂടാതെ അവരൊരു മോസ്കിറ്റോ നെറ്റിൻ്റെ ഒരു ഡോറും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊതുക് ശല്യം ഉണ്ടെന്ന് തോന്നുന്നു, കണ്ടില്ലേ, ഇതാണ് വ്യൂ, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ അത്ര സുഖമല്ലെന്ന് തോന്നുന്നു. ഇന്നിവിടെ സൂര്യക്കുട്ടനില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഞങ്ങൾക്ക്. ഇനി ഇത് കഴിച്ച് വേണം കുറച്ച് നേരത്തേക്ക് ജീവിക്കാൻ. അത് കഴിഞ്ഞ് ശേഷം എന്തെങ്കിലും തട്ടിക്കൂട്ടി ഇന്ന് കഴിക്കണം എന്നാണ് ഇന്നത്തെ പ്ലാൻ. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഗൈസ്. അജുവിന് പഴം വേണമെന്ന്, പൊട്ടാസ്യം, വൈറ്റമിൻ സി ആയി, ഡി ആയി, സിങ്കായി, കുറച്ച് പൊട്ടാസ്യം കൂടെ തിന്ന് ശരിക്കും സിങ്കാവും. അവർക്ക് ഊഞ്ഞാലിനുള്ള കൊടുത്തിട്ടുണ്ട്. ഊഞ്ഞാൽ ചോദിച്ചാലേ തരുള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു റെഡി ആവുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നാൽ ഈ ലെൻസ് വെക്കാൻ തന്നെ 2 മണിക്കൂറായതുകൊണ്ട് ആ ഒരു സംഭവം നടന്നില്ല ഗൈസ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ എന്താണത് മീൻസ് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. അങ്ങനെ ഗൈസ്, ഇന്ന് നല്ലൊരു റെയിനി ഡേ ആണ്. ആൻഡ് ഇറ്റ്സ് എന്താണെന്ന് അറിയുമോ, നമ്മൾ ജിറോകാസ്റ്ററിലോട്ടാണ് പോകുന്നത് കേട്ടോ. ജിറോകാസ്റ്റർ ഒരു യുനെസ്കോ വേൾഡ് സൈറ്റാണ്. നമ്മൾ ഇവിടെ നിന്ന് ഒരു 50 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് സറാണ്ടേന്ന്. അവിടെ നിന്ന് നമ്മൾ നേരെ ബ്ലൂ ഐയിലോട്ട് പോകും. ദെൻ ബ്ലൂ ഐന്ന് നേരെ നമ്മൾ സമിലിലോട്ട് പോകും. അതാണ് ഇന്നത്തെ പ്ലാൻ. എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല, കാരണം മഴയും പിന്നെ അതുവരെ ഡ്രൈവ് ചെയ്ത് പോകേണ്ട സമയമൊക്കെ ഉള്ളതുകൊണ്ട് വിൽ ട്രൈ അവർ ബെസ്റ്റ്. മാക്സിമം കവർ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യും. പ്രതീക്ഷയൊട്ടും തെറ്റിയില്ല. കാറെടുത്ത് ഇറങ്ങേണ്ട താമസം മഴ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മഴ വരാനുള്ള പോക്കാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ മഴ പെയ്യാൻ പോകുന്ന മുമ്പുള്ള ആ ഒരു ഫീൽ, ഒരു തണുപ്പും ഒരു ചെറിയ കാറ്റും ഒക്കെ ആയിട്ടും പിന്നെ ഈ ഒരു ഡ്രൈവും ഒക്കെ ആയിട്ടുള്ള ആ ഫീൽ അടിപൊളിയായിരുന്നു കേട്ടോ. ആൻഡ് വി വർ റിയലി എൻജോയിങ് ദ ജേർണി. ആക്ച്വലി ഈ ഒരു അൽബേനിയൻ ട്രിപ്പ് നമുക്ക് വളരെ സ്പെഷ്യലാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ, അൽബേനിയയിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗിൽ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ആദ്യമായിട്ടാണ് വേറൊരു കൺട്രിയിൽ പോയിട്ട് കാർ റെൻ്റ് എടുക്കണമെന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ വേറൊരു കൺട്രിയിൽ റോഡ് ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ്. സോ അത് അജു ഇല്ലെങ്കിൽ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു. റോഡ് ട്രിപ്പ് ഇൻ ദ സെൻസ് നമ്മൾ ബസ്സിലൊക്കെ റോഡ് കൂടെയൊക്കെ പോകും, പക്ഷെ അതല്ല, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഒരു കാർ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നിർത്താൻ പറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ വരുമായിരുന്നിട്ടുണ്ടാകും. അജു ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ജിറോകാസ്റ്ററിൽ പോയിട്ടുണ്ടാവുമായിരിക്കും, സറണ്ടയിൽ പോയിട്ടുണ്ടാവുമായിരിക്കും, പല സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഈ ഒരു ജേർണി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊരു ഡൗട്ടായിട്ടുള്ളൊരു കാര്യമാണ്. സോ താങ്ക് യു സോ മച്ച് അജു. നമ്മൾ ജിറോകാസ്റ്റർ പോകുന്ന വഴി ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലം കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. Oh my god. Just looking like a wow. മറ്റേ വീഡിയോ
കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്ത് നമ്മൾ വീണ്ടും ജിറോകാസ്റ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണെന്നറിയോ ഈ റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. ശരിയാണ്, സൂര്യനില്ല, സൺലൈറ്റ് കുറവാണ്, ബട്ട് സ്റ്റിൽ ആ ഒരു എന്താ പറയുക, നമ്മൾ മൂന്നാർ ഊട്ടിയൊക്കെ പോകുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ നമുക്ക്. അങ്ങനെ മല കയറി തുടങ്ങുമ്പോൾ ആ ഒരു, അതായത് ചൂട് ക്ലൈമറ്റിൽ നിന്ന് തണുത്ത ക്ലൈമറ്റിലോട്ട് മാറുമ്പോൾ. പണ്ടൊക്കെ നാട്ടിൽ ട്രിപ്പ് പോകാമെന്ന് പറയുമ്പോൾ, നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും ട്രിപ്പ് പോവുകയാണെങ്കിൽ, ട്രിപ്പ് എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള സ്ഥലത്തോട്ട് മാത്രമേ ട്രിപ്പ് പോകുള്ളൂ, അല്ലാതെ പോകുന്ന സ്ഥലങ്ങളൊന്നും ട്രിപ്പായിട്ട് കണക്കാക്കാറില്ല. അതാണ് പതിവ്. സോ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് തോന്നുന്നത്. ചെറുപ്പത്ത് ഞാൻ ഭയങ്കരമായിട്ട് കുറേ ട്രാവൽ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും അത്യാവശ്യം എൻ്റെ വാപ്പയും ഉമ്മയുമൊക്കെ അത്യാവശ്യം എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിനകത്തും അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഈ ഒരു സ്ഥലം എത്തിയപ്പോൾ എനിക്ക് പാലക്കാടാണ് ഓർമ്മ വന്നത് കേട്ടോ. കുതിരാനിലെ നമ്മുടെ ടണലില്ലേ, അതാണ് ഓർമ്മ വന്നത്. എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ട്രാവലിന് റോഡ് ട്രിപ്പിലുള്ള വ്യൂസ് ഞാനിങ്ങനെ കട്ട് ഷോട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം കുറച്ച് ദൂരം കഴിയുന്തോറും ഈ ലാൻഡ്സ്കേപ്പ് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് കുറേ സ്റ്റോൺസിൻ്റെ വില്ലേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഒരു സ്ഥലത്തുമ്പോഴത്തേക്കിന് ചുറ്റും മലകളാണ്, പിന്നെ ആ ടണലിലൂടെ പോകുമ്പോൾ ഉള്ളൊരു ബ്യൂട്ടി എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ അത്രയും ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ സൺലൈറ്റ് ഇല്ലാത്തതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ആ വിഷമമല്ല. കാരണം ഇത് വേറൊരു ഭംഗി, ഇതൊരു വേറൊരു ഫീലാണ്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. സോ ഇതുപോലെ ഈ റോഡിലോട്ട് പോകുമ്പോൾ, അതായത് ജിറോകാസ്റ്ററിലോട്ട് പോകുന്ന റോഡിൽ ഇഷ്ടം പോലെ പുൾ ഓഫ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും നിർത്താം, ഫോട്ടോ എടുക്കാം. എവിടെ വേണമെങ്കിലും അല്ല, ഒരു സ്പെസിഫിക് അലൊക്കേറ്റഡ് ഏരിയാസ് ഉണ്ട്, അവിടെ നമുക്ക് നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കാം, റിലാക്സ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മൾ ജസ്റ്റ് നമ്മൾ പോർട്ടബിൾ സ്റ്റൗ ഒക്കെ കൊണ്ടുവരുമായിരുന്നെങ്കിൽ ഈ ഒരു വെതറിൽ ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പിൽ ജസ്റ്റ് ഒരു ചൂട് കാപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ കുടിച്ചിരിക്കാൻ എന്ത് രസമായിരിക്കില്ലേ? ആലോചിക്കുമ്പോൾ തന്നെ അടിപൊളിയല്ലേ? സോ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരണം. അപ്പോൾ അതെ, നമ്മുടെ മലകളൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്, കുറച്ച് ഒരു ടൗണിലോട്ട് പോകാൻ. അങ്ങനെ ജസ്റ്റ് ഒരു റിസർവോയർ പോലൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിർത്തിയതാണ്. ആക്ച്വലി ആ ഒരു പാലം കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്, പക്ഷെ അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. കാരണം പാലത്തിൻ്റെ സ്കെൽട്ടൺ മാത്രമേ ഉള്ളൂ, അതിനകത്തൊന്നുമില്ല. പാലം പൊട്ടിക്കിടക്കുകയാണ്, അതിനകത്തോട്ട് കയറാൻ പറ്റില്ല. കയറിയാൽ ഞാൻ ആ വെള്ളത്തിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. സോ ജസ്റ്റ് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ജിറോകാസ്റ്റർ ഓൾമോസ്റ്റ് എത്താറായി. കണ്ടില്ലേ, ലാൻഡ്സ്കേപ്പൊക്കെ മാറി തുടങ്ങി, കുറച്ചൊരു ചെറിയ ജിറോകാസ്റ്റർ ടൗണായി. ജിറോകാസ്റ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റോൺ സിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. ഓട്ടോമൻ കാലത്ത് ഉണ്ടായിരുന്ന ടൈപ്പ് ബിൽഡിങ്ങുകളൊക്കെയാണ് ഈ ജിറോകാസ്റ്ററിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. മലയുടെ സൈഡിൽ ഇങ്ങനെ അടുക്കി വെച്ച പോലെയാണ് ഈ ജിറോകാസ്റ്ററിൽ വീടുകൾ ഇരിക്കുന്നത് കേട്ടോ. അത് കാണാൻ തന്നെ ഒരു രസമാണ്. നമ്മൾ സാന്റോറിനിയിൽ കണ്ടതിൻ്റെ വേറൊരു ടൈപ്പ് വേർഷനാണ് ഇത്. കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഏൻഷ്യൻ ടൈമിൽ ഉണ്ടായിരുന്ന പോലത്തെ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾഡ് ബസാറിലോട്ടാണ് പോകുന്നത്. ഓൾഡ് ബസാർ വരെയും നമുക്ക് കാർ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, പക്ഷെ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കാർ പാർക്കിംഗ് ഉണ്ട്. അവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾഡ് ബസാർ കാണാനായിട്ട് പോവുകയാണ്. ഇടവേളകൾ ആനന്ദകരമാക്കാൻ കഴിക്കൂ ലേസ്. നല്ല ടേസ്റ്റ്. അതല്ലേലും അങ്ങനെയാണല്ലോ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക തരം ഒരു വിശപ്പ് വരും. ആ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ വെതറും നല്ലൊരു ആൽക്കഹോളിക് വെതറാണ്. നമ്മൾ പണ്ട് പറയുന്നത് കേട്ടിട്ടില്ലേ, തണുപ്പ് കൂടി അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് കൂടും, ഈ സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ളൊരു ത്വര വരുന്നൊക്കെ. ആ ഒരു ത്വര നമുക്കിപ്പോൾ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതേ ചെന്ന് കയറിയത് കലിമേര കഫേയിലാണ്. ഈ ഓൾഡ് ബസാർ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടുള്ളതാണ് ഈ കലിമേര കഫേ. അവിടെയുള്ള സ്റ്റാഫ്സൊക്കെ ഭയങ്കര
ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അവർ നമ്മുടെ കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് വന്നു. പിന്നെ ഡെസേർട്ട്സ് അടിപൊളിയായിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനൊക്കെ ഒരു പൂതിയും ത്വരയൊക്കെ വരും. പക്ഷേ രാവിലെ തന്നെ ഇത്രയും മധുരം കഴിക്കണോ എന്നുള്ളൊരു സംശയമായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളവിടെ പരിചയപ്പെട്ട അവിടുത്തെ 2 സ്റ്റാഫ്സ് കേട്ടോ. അവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ID ഒക്കെ മേടിച്ചായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു പിസ്റ്റാഷ്യോ ചീസ് കേക്കാണ് ഓർഡർ ചെയ്തത്. ചീസാണോ എന്ന് എനിക്കറിയില്ല, ഒരു പിസ്റ്റാഷ്യോ ക്രീം ട്രഫിളാണോ സംതിങ് എനിക്കറിയത്തില്ല. ആ പിസ്റ്റാഷ്യോ കണ്ടു, അതുകൊണ്ട് ഞാനത് ഓർഡർ ചെയ്തു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. പിന്നെ റോഷനൊരു ക്യാരറ്റ് ചീസ് കേക്കാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതുകൂടാതെ നമ്മളൊരു ഹോട്ട് ചോക്ലേറ്റും കൂടി ഓർഡർ ചെയ്തു. അജു കൺഫ്യൂഷനിലാണ് എന്ത് വാങ്ങിക്കണം എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്നിട്ട് അവൻ അതിലേതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ അത് ഓർഡർ ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു അജു ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ പിസ്റ്റാഷ്യോ സാധനം ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അല്ല ആസ്വദിച്ച് ഇങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ വായിലെത്തി കഴിഞ്ഞപ്പോൾ ഉള്ള എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കത് എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളത്. ഇഷ്ടമായില്ല എന്നില്ല, പക്ഷെ കുറച്ച് മധുരം കൂടുതലാണ്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് റോഷൻ്റെ ക്യാരറ്റ് ചീസ് കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മധുരവും എല്ലാം ഒരു മീഡിയം റേഞ്ചിലായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഹോട്ട് ചോക്ലേറ്റ് ഭയങ്കര റിച്ചായിരുന്നു. എന്താ പറയുക, എനിക്ക് അത്രയും ഇതായിട്ടുള്ളത് കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ഒക്കെയാണ് എനിക്കിഷ്ടം. അജു ഇപ്പോൾ ഒരു ചെക്കിംഗ് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടേസ്റ്റുകളിൽ ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ വെറുതെയാണ്, ഒന്നും ഇഷ്ടമായിട്ടില്ല. എന്നിട്ട് നേരെ പോയിട്ട് ഒരു വാഫിൾ അവിടെ ആ കൊച്ചിനോട് പറഞ്ഞ് ചൂടോടെ ഉണ്ടാക്കിച്ചിട്ട് എന്നിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആശാൻ. സോ ഈ കാണുന്നതൊക്കെയാണ് ടോപ്പിങ്സ്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ടോപ്പിങ്സ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വാഫിൾ റെഡി ആയിട്ടുണ്ട്. അതിൽ സൈഡിലുള്ള ക്രംസ് എല്ലാം പുള്ളിക്കാരി കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഡാർക്ക് ചോക്ലേറ്റും പിന്നെ ഒരു മിൽക്ക് ചോക്ലേറ്റും ആണ് അജു ഓർഡർ ചെയ്ത് കേട്ടോ. മിൽക്കല്ല, വൈറ്റ് ചോക്ലേറ്റ്, അതിനുശേഷം കുറച്ച് പഴമൊക്കെ കണ്ടിച്ചിട്ടതിന് ശേഷമാണ് അങ്ങനെ മൂപ്പർക്ക് സമാധാനമായത്. അങ്ങനെ ഡെസേർട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ട് അതിഗംഭീരമായിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ജിറോകാസ്റ്റർ ഓൾഡ് ടൗൺ അല്ലെങ്കിൽ ഓൾഡ് ബസാറിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാനൊരു സോവനിയർ ഷോപ്പ് കണ്ടു. ഓഫ് കോഴ്സ് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു പ്രത്യേകതരം ആകർഷണം ഉണ്ടാവും അങ്ങോട്ട്. സോ അങ്ങോട്ട് കയറി ഇഷ്ടം പോലെ ഹാൻഡ് മെയ്ഡ് പോട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതിലെ ഡിസൈൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ തുർക്കിയിൽ പോയിട്ടും ഇതുപോലത്തെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. 1-2 സാധനങ്ങൾ എൻ്റെ കയ്യിലും ഉണ്ട് താനും. അങ്ങനെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു പോമഗ്രനേറ്റിൻ്റെ ഒരു സാധനം മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ യൂട്യൂബിന് വേണ്ടിയുള്ളത് എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. ഞാനത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പോയി കാണാം. ജിറോകാസ്റ്റർ ഓൾഡ് ബസാറിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്സും വീടുകളും കഫേസും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പഴയ കാലത്തൂടെ സഞ്ചരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്കിതിലൂടെ കിട്ടുന്നത്. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മോഡേൺ സിറ്റിയിൽ നിന്നൊക്കെ മാറി വേറെ ഒരു ടൈപ്പിൽ പണ്ടത്തെ ആളുകൾ ജീവിച്ച സ്ഥലത്തൂടെയൊക്കെ പോകുന്ന പോലത്തെ ഒരു സ്റ്റൈലാണ് ഇതിലൂടെ നടക്കുമ്പോൾ. ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയുള്ള പ്രഹസനമായിരുന്നു നിങ്ങൾ തൊട്ട് മുമ്പുള്ള വീഡിയോൻ്റെ ക്ലിപ്പിൽ കണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ് ചേഞ്ചിങ് ആയിരുന്നു ഇത് കേട്ടോ. അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് ജിറോകാസ്റ്ററൊക്കെ കണ്ട് നമ്മളത് തിരിച്ച് പോവുകയാണ് ഇവിടെ നിന്ന്. അത്യാവശ്യം വന്നിട്ട് കുറച്ച് സമയമായി. ഇനി തിരിച്ച് നടന്നുകൊണ്ടിരിക്കും. ഇവിടെ കാസിലുണ്ട്, കാസിൽ കയറി കാണണമെങ്കിൽ കാണാം. അവിടെ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന വഴിയിലൂടെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് തിരിച്ചു പോകാൻ സമയമായി. പോകുന്ന വഴികളിൽ 2 സൈഡിലുമായിട്ട് ഇഷ്ടം പോലെ ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗേൾസിന് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതേസമയം ബോയ്സ് കുറച്ച് ടെൻഷൻ അടിക്കേണ്ടി വരും കേട്ടോ. ഇവിടെ സോവനീഴ്സ് മാത്രമല്ല, അൽബേനിയയിൽ മാത്രം ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് സിൽവർ ജ്വല്ലറീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്.  അതുകൊണ്ട് തന്നെ മിക്ക കടകളിലും ഞാൻ ജസ്റ്റ് കയറി ഇറങ്ങി അത്യാവശ്യം ജസ്റ്റ് എന്താ പറയുക, 1-2 കളക്ഷൻസ് ഒക്കെ എടുത്ത് തിരിച്ചു പോകാനായിട്ട് നോക്കി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ മോഡേൺ സിറ്റിയിൽ നിന്നൊക്കെ മാറി വേറെ ഒരു ടൈപ്പിൽ പണ്ടത്തെ ആളുകൾ ജീവിച്ച സ്ഥലത്തൂടെയൊക്കെ പോകുന്ന പോലത്തെ ഒരു സ്റ്റൈലാണ് ഇതിലൂടെ നടക്കുമ്പോൾ.
ഫ്രിഡ്ജ് മാഗ്നറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു. പിന്നെ ജിറോകാസ്റ്ററിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഒരു അൽബേനിയൻ റവല്യൂഷണറി ആൻഡ് ഗറില്ല ഫൈറ്ററായ ചർച്ചിസ് ടോപ്പിളിയുടെ ജന്മസ്ഥലം കൂടിയാണ് ജിറോകാസ്റ്റർ കേട്ടോ. 1880 ജിറോകാസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ ജനനം. 20th സെഞ്ച്വറിയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഓട്ടോമൻ എംപയർ ആയിട്ട് പോരാടുന്നത്. 1908 അദ്ദേഹത്തിൻ്റെ ബ്രദർ ബായോ ടോപ്പുള്ളിയും കൂടെ ചേർന്ന് ബിംബാഷി എന്ന ഓട്ടോമൻ കമാൻഡറെ ജിറോകാസ്റ്ററിൽ വെച്ച് വധിച്ച ഒരു സംഭവമാണ് അദ്ദേഹത്തിനെ സ്മരിക്കുന്നതിനുള്ള മെയിൻ കാരണം. 1934 ഒരു അൽബേനിയൻ ആർട്ടിസ്റ്റായ പാസ്കാളിയാണ് ചർച്ചിസ് ടോപ്പിള്ളിയുടെ ഒരു പ്രതിമ ജിറോകാസ്റ്ററിൻ്റെ മാർക്കറ്റ് സ്ക്വയറിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ചർച്ചിസ് ടോപ്പിള്ളി സ്ക്വയർ എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. സെക്കൻഡ് വേൾഡ് വാറിൽ ഇറ്റലി അൽബേനിയ കയ്യേറിയ സമയത്ത് വെടികൊണ്ടുണ്ടായ ഒരു ഹോള് ഇപ്പോഴും ആ പ്രതിമയിൽ ഉണ്ട്. ഇതാണ് പ്രതിമയുടെ വലത് കാലിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഹോള് കാണാനായിട്ട് പറ്റും. ജിറോകാസ്റ്റർ കണ്ടു കഴിഞ്ഞു ഗൈസ്. ബ്ലൂ ഐയിലോട്ട് പോവാണ്. എങ്ങനെയുണ്ടെന്നറിയില്ല, പോയി നോക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും മല കയറി തുടങ്ങി ഗൈസ്. പാവം അജു വന്നപ്പോൾ മുതൽ ഞാൻ അവനെ മല കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു UK വന്നപ്പോൾ ലൈസൻസ് എടുത്തതിന് ശേഷം ഇത്രയും നാളായിട്ടും പോലും ഇത്രയും ഒന്നും അവൻ ട്രാവൽ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള അത്രത്തോളം ഞാൻ അവനെ ഇട്ട് വലിപ്പിച്ചിട്ടുണ്ട്. ഐ എം റിയലി സോറി അജു. പക്ഷേ ഐ ഹോപ്പ് യു ലവ് ഇറ്റ് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം അത്രയും ഒരു ഡിഫറെൻ്റ് UK നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പോലെയല്ലല്ലോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ റൂട്ട് മാപ്പൊക്കെ നോക്കിയെങ്കിലും അത് മലയാണോ പുഴയാണോ എന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അടുത്തൊരു അടിപൊളി സ്ഥലം കണ്ടപ്പം അവിടെയും നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ബട്ട് അത് വീഡിയോയിൽ കിട്ടുന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാനോ അല്ലെങ്കിൽ കണ്ണിലൂടെ കാണുന്ന അത്രയും ഭംഗി വീഡിയോയിൽ പകർത്തി കഴിയുമ്പോൾ കിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മളങ്ങനെ ബ്ലൂ ഐ കാണാൻ വന്നേക്കാണ്. അറിയില്ല കേട്ടോ. ആ മറ്റേ ട്രെയിനിൽ കയറാനാ ടിക്കറ്റ്. ആ ട്രെയിനൊന്നും ഓടുന്നു. അങ്ങനെ 20 മിനിറ്റ് നടന്നതിന് ശേഷം നമ്മൾ ബ്ലൂ ഐ എത്തിയേക്കാണ്. അങ്ങനെ നമ്മൾ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വരാനായിട്ട് നമുക്കൊരു ചെറിയ ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. 6 euros ആണ് അവർ 3 പേർക്കും കൂടി വാങ്ങിച്ചത്. അതിനുശേഷം ഒരു 20 to 25 മിനിറ്റ്സ് നമ്മൾ നടന്നതിന് ശേഷമാണ് ഈ ഒരു സ്പോട്ടിൽ എത്തുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും ഒരു 2-3 മിനിറ്റ്സും കൂടെ നടക്കാനുണ്ട് നെക്സ്റ്റ് ഒരു വ്യൂ പോയിന്റിലും കൂടി കേട്ടോ. ഇതുപോലെ കുറേ ക്യാബിൻസ് ഒക്കെ അവിടെ ഉണ്ട്. ഇത് ഇപ്പോൾ ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തതാണോ അതോ
പണി നടന്നുകൊണ്ടിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ചെറിയ ചെറിയ സ്റ്റേസ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ കുഞ്ഞൊരു കഫേ ഉണ്ട്. അതുകൂടാതെ ഐ ലവ് ബ്ലൂ ഐ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹാർട്ട് ഷേപ്പിലൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. പക്ഷേ ഇത്രയും നേരം മഴയായിരുന്നു. നമ്മൾ 25 മിനിറ്റ് മഴ നനഞ്ഞാണ് ഇവിടെ വരെ വന്നത് കേട്ടോ. അപ്പോൾ അജുവിനൊരു കോഫി കുടിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി ചോദിച്ചതാണ്. അജു ഒരു ലാത്തയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഒരു ഭയങ്കര ഒരു ഫീൽ തരുന്ന ഒരു സ്പോട്ടിലാണ് ഈ കഫേ ഉള്ളത് കേട്ടോ. ചുറ്റും നമ്മൾ ഏത് സൈഡിലിരുന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള ബ്ലൂ കളറിലുള്ള റിവർ ഒഴുകുന്ന ഒരു സീൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൂടാതെ കുറച്ച് വെള്ളത്തിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു സിറ്റിംഗ് സ്പോട്ടും കൂടെ ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ അവിടെ അധികം ആളുകളില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പം നമ്മൾ മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ കയ്യിൽ ക്യാഷ് കരുതിയിട്ടുണ്ടാവണം. കാരണം വേറെ ഒന്നുമല്ല, മിക്ക സ്ഥലങ്ങളിലും ക്യാഷ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ക്യാഷ് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല, ചില്ലറ അതായത് കോയിൻസ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവർക്കത് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ അഥവാ യൂറോ അല്ലെങ്കിൽ പൗണ്ട്സിലൊക്കെയാണ് പേ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് യൂറോ ഉണ്ടാവുമായിരിക്കും, പൗണ്ട്സ് ഉണ്ടാവുമായിരിക്കും. അൽബേനിയയിലേക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മളതെടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ചില്ലറ കൊടുത്തു കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അതവർക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ. സോ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇപ്പം തന്നെ അജുന് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടായിരുന്നു. എന്നുവെച്ചാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കാശ് കൊടുക്കുന്നത്. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഒരു കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പാലം കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞി പാലത്തിൻ്റെ മേലൂടെ നടന്ന് നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ പോകുന്ന വഴിയിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ മഴയായതുകൊണ്ട് ഇതുപോലെ ചെളി നിറഞ്ഞ വഴികളിലൊക്കെ കൂടെ വേണം നമ്മൾ നടന്ന് നമുക്ക് പോകാനുള്ള സ്ഥലത്തോട്ട് എത്താനായിട്ട്. അതെ, കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ കഷ്ടപ്പെട്ട് വേണം നമുക്ക് ഈ ഒരു അടിപൊളി വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി എത്താൻ. ബ്ലൂ ഐ എന്നുള്ളൊരു പേര് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരല്ലേ. ഞാനും ഈ പേര് ആദ്യമായിട്ട് കേട്ടപ്പം എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഈ സ്ഥലത്തിന് ഈ ഒരു പേര് വന്നിട്ടുണ്ടാവുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി. അതിന് മെയിനായിട്ടുള്ള 2 കാരണങ്ങളാണുള്ളത് പേര് വരാനായിട്ട്. അതിലൊരെണ്ണം ഒരു കഥയാണ്, ഒരു രസകരമായിട്ടുള്ളൊരു കഥ കേട്ടോ. ആ കഥ ഇങ്ങനെയാണ്. പണ്ട് ഇവിടെ ഒരു പാമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ പാമ്പ് വന്നിട്ട് പിള്ളേരെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു പാമ്പാണ്. അപ്പോൾ ഈ പാമ്പിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന വയസ്സനായിട്ടുള്ള ഒരു ഫാമർ അദ്ദേഹത്തിൻ്റെ കഴുതേനെയും കുറച്ച് വൈക്കോലും ഒക്കെ വെച്ച് ഒരു ഫയറൊക്കെ ഉണ്ടാക്കി, ഒരു ട്രാപ്പ് ഉണ്ടാക്കി ഈ പാമ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ആ ട്രാപ്പിൽ ഈ പാമ്പ് വന്ന് പെടുകയും ഈ കഴുത ആ പാമ്പിൻ്റെ മേത്ത് ഇരുന്ന് വെന്തുരുകിക്കൊണ്ടിരിക്കുമ്പം ഈ പാമ്പിൻ്റെ കണ്ണ് തള്ളി, കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണ് തള്ളി പുറത്ത് ചാടുകയാണ്. മലമുകളിൽ നിന്ന് ഈ കണ്ണ് താഴോട്ട് വീഴുകയാണ്. അപ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണ് താഴെ വീണ് ഇപ്പോഴും അത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണിൽ നിന്നാണ് ഈ ഒരു റിവർ ഒഴുകുന്നതെന്നും അതിന് നീലക്കണ്ണാണ് എന്ന് വിശ്വസിക്കാം നമുക്ക് കേട്ടോ. അങ്ങനെ ആയിരിക്കാം ഇതിന് നീലക്കണ്ണെന്ന് ബ്ലൂ ഐ എന്ന് പേര് വന്നത്. കണ്ടില്ലേ, ഇപ്പോഴും ആ പാമ്പ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാരണം കുറച്ചുകൂടി ഒരു സെൻസിബിൾ ആയിട്ടുള്ള, അതൊരു കഥയല്ല, ഒരു കാരണമാണ് കേട്ടോ. അതിങ്ങനെയാണ്, ഈ നദിയുടെ ചുറ്റുമായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗുഹകളുണ്ട്. അത് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയായിട്ട്, അതായത് പ്യൂപ്പിളായിട്ടും അതിന് ചുറ്റുമുള്ള ഈ നീല കളർ ഐറിസ് ആയിട്ടും തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ ഐ, അതായത് നീല കണ്ണുള്ള ഒരു ഹ്യൂമൻ ഐൻ്റെ സാദൃശ്യം ഉള്ളത് കൊണ്ടാണ് ഇതിനെ ബ്ലൂ ഐ എന്ന് പേര് വന്നതും എന്നും പറയപ്പെടുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ സ്പ്രിംഗ് വാട്ടറിനെ സിറിൽ കാൾട്ടർ എന്ന അൽബേനിയൻ ലാംഗ്വേജിൽ പറയപ്പെടുന്നത് കേട്ടോ. എന്തായാലും ഇത്രയും ദൂരം നടന്നു വന്നത് വെറുതെ ആയില്ല. ബ്ലൂ ഐ വാസ് സോ ബ്യൂട്ടിഫുൾ. നമുക്കിനി ബ്ലൂ ഐൻ്റെ ഒരു ഡ്രോൺ വീഡിയോ കൂടി കണ്ടിട്ട് വരാം. ഓക്കെ.
റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഗ്ലാസ് താഴെ വീണായിരുന്നു. അത് ഞാൻ അവിടെ നിന്ന് മറന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഞാൻ തിരിച്ച് വന്നതാണ് ഗ്ലാസ് എടുക്കാൻ വേണ്ടി. അജുവും റോഷനും ഫ്രണ്ടിൽ പോയിട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥലം ആളുകളില്ലാതെ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. അവരെനിക്ക് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്ലൂ ആയി കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്. വരുമ്പോൾ നല്ല മഴയായിരുന്നെങ്കിലും മഴ കുറച്ചൊക്കെ ബിഹേവ് ചെയ്തു ഒരു ഇച്ചിരി നേരം അല്ലേ. Blue eye was beautiful. എനിക്കത് കേട്ടാൽ മതി. കമന്റ് ബിലോ ആ എന്നെ കളിയാക്കിയിട്ട് ഞാൻ പറയണ. അത് ഇങ്ങോട്ട് 25 മിനിറ്റ് നടന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ മിക്ക സ്ഥലങ്ങളും ഇതുപോലെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതുപോലെ കുറേ ദൂരം നടന്ന് കഷ്ടപ്പെട്ടൊക്കെ പോകുന്ന സ്ഥലങ്ങളെല്ലാം അവിടെ എത്തുമ്പം ഫ്ലോപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ റോഷൻ ഇവിടെ നിന്ന് അത് നടന്ന് അവിടെ എത്തുന്നത് വരെയും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, അയ്യോ അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ, അതോ നിൻ്റെ വാക്ക് കേട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നെങ്കിലും അവിടെ എത്തിയപ്പം ഇറ്റ് വാസ് സോ നൈസ്. ആൻഡ് തിരിച്ചുള്ള ജേണി നമ്മൾ വേറൊരു റൂട്ട് കൂടെയാണ് പോകുന്നത്, സറണ്ടയിലേക്ക്. നമ്മളിന്ന് ഷമിലിൽ പോകാൻ പ്ലാൻ ചെയ്തത് നടന്നില്ല. സോ നമ്മളിപ്പോൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പോകുന്ന വഴിയും ഇതുപോലെ അടിപൊളി സീനറി ആയിരുന്നു കേട്ടോ. വന്ന വഴി വേറൊരു ഭംഗി, ഇപ്പോൾ വേറൊരു ഭംഗി കേട്ടോ. എനിക്കത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ കാണുന്നതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് നമ്മൾ നേരിട്ട് അതിലൂടെ പോകുമ്പോൾ ഉള്ള ആ ഒരു ഫീലും ഭംഗിയും ഒക്കെ കേട്ടോ. ബ്ലൂ ആയിന്ന് സറണ്ടയിലോട്ട് പോകുന്ന വഴി നമ്മൾ ജിറോകാസ്റ്ററിൽ നിന്ന് ബ്ലൂ ആയിക്ക് പോയ വഴീനേക്കാളും ഡിഫറെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്ത് രസമാണെന്ന് നോക്കുക. ആ ഒരു റിവർ കണ്ടോ, അതിൻ്റെ കളറ് കണ്ടോ, ലൈക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ്, സ്ഫടിക തുല്യമായ വെള്ളം. ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയപ്പം അവിടുത്തെ വെള്ളമൊക്കെ നീല കളറാണ്, അവിടുത്തെ റിവറൊക്കെ നീല കളറാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടെയുള്ള ആൽപ്സിലെ മഞ്ഞുരുകി വരുന്ന വെള്ളം ആയതുകൊണ്ടാണ്. അതായത് ഹിമാനികളാണ്, അതുകൊണ്ടാണ് അതിന് ആ ഒരു നീല കളർ എന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു വേറെ ബ്ലൂ കളറാണ്. അത് ബ്ലൂ ആണെങ്കിൽ കൂടി അത് ഇത്രയും ട്രാൻസ്പെറൻ്റ് അല്ല. ഓക്കെ, അതൊരു പാൽ നീല പോലത്തെ ഒരു കളറാണ്. ഇത് നോക്കിക്ക് അടിത്തട്ട് വരെ കാണാനായിട്ട് നമുക്ക് പറ്റും. എനിക്ക് എന്താ പറയുക, വേർഡ്സ് കിട്ടുന്നില്ല, കാരണം അത്രയും ഭംഗിയായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ നമ്മളൊരു സൺസെറ്റ് ടൈം കൂടി ആയതുകൊണ്ട് ആ ഒരു സണ്ണിൻ്റെ ഒരു റിഫ്ലക്ഷനും ഒക്കെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ജേണി തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു റൂട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അൽബേനിയയിൽ ഇഷ്ടമായത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളപ്പോൾ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പറഞ്ഞോട്ടെ, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാറിൻ്റെ പുറത്ത് തലയിട്ട് വീഡിയോ എടുത്തായിരുന്നു. അത് ആരെയും ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. റോഡ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വണ്ടികളോ കാറുകളോ ഒന്നും തന്നെ റോഡില്ല. അത് മാത്രമല്ല വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ വളരെ സ്ലോ ആക്കിയതാണ്. അതുകൊണ്ട് ഇതാരും അനുകരിക്കാതിരിക്കുക. അങ്ങനെ 30 മിനിറ്റ് കൊണ്ട് സറണ്ടയിൽ എത്തേണ്ട നമ്മൾ ഒരു 50 മിനിറ്റ് കൊണ്ടാണ് സറണ്ടയിൽ എത്തിയത്. വേറൊന്നുമല്ല, ഇത്രയും അടിപൊളിയായിട്ടുള്ള വഴിയിലൂടെ വന്നാൽ എങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്തിന് എത്തും? ഒരിക്കലും എത്തില്ല. അവിടെ ഇവിടെ നിർത്താനൊക്കെ തോന്നും. അങ്ങനെ നമ്മൾ സറണ്ട ടൗണിലൂടെ നടന്ന് ഇപ്പോൾ ദേ സറണ്ടയിലെ പ്രൊമനേഡിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, കുറേ വീടൊക്കെ ആയിട്ട് ബീച്ച് ഭാഗമൊക്കെ കാണുമല്ലോ, അവിടെയാണ് നമ്മളിപ്പോൾ വന്നേക്കണത്. നമ്മൾ സറണ്ടയിൽ ഇതുവരെ വന്നിട്ട് ഈ ബീച്ചിൻ്റെ ഭാഗത്തോട്ട് വന്നില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സൺസെറ്റ് ആക്ച്വലി കഴിഞ്ഞു. ഇനിയിപ്പോൾ സൺസെറ്റ് ഒന്നും കാണാനായിട്ട് നമുക്ക് പറ്റില്ല. എനിക്കറിയത്തില്ല ഈ സ്ഥലത്ത് തന്നെയാണോ, അതായത് ഈ ബീച്ചിൻ്റെ ഭാഗത്ത് തന്നെയാണോ സൺസെറ്റ് ആവുന്നത് എന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൂടെ നടക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ശരിക്കും ഇവിടെ ഒരു 2-3 ദിവസമൊക്കെ നിൽക്കണം കേട്ടോ. ഈ ശരിക്കും നമുക്കൊരു ഫീൽ ചെയ്ത് എൻജോയ് ചെയ്യണമെങ്കിൽ ഇത് നമ്മളൊരു റഷ് ആയിട്ടുള്ളൊരു ട്രാവലായി പോയി. ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഹോട്ടൽസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഓപ്ഷനാണ്. ഞാൻ ബുക്ക് ചെയ്ത സമയത്തും ബീച്ചിൻ്റെ സൈഡിലാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്.
ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ആണെങ്കിൽ പക്ഷേ നമ്മൾ അത്രയും ലൈക്ക് ഫ്രണ്ട് അല്ല, വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള ഭാഗത്തൊന്നും അല്ല. നമുക്ക് കാർ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. ഒരു 10 മിനിറ്റ് നമുക്ക് കാർ പാർക്കിങ്ങിലോട്ട് നടക്കാൻ. ഇന്നത്തെ പര്യടനം എന്നല്ലേ പറയാ, ഇന്നത്തെ യാത്രകളൊക്കെ കഴിഞ്ഞു. എന്തായാലും ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞു. നമ്മൾ റൂമിലെത്തുന്നതിന് മുമ്പ് നമ്മൾ മീൻ വാങ്ങിച്ചു. വീണ്ടും നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗ്രില്ലല്ല, സോറി, പൊരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുൾ ഫിഷ്. ഇന്ന് നമ്മൾ ബ്രീമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇന്നലെ സീബാസ് ആയിരുന്നു, ഇന്ന് സീ ബ്രീം വാങ്ങിച്ചിട്ടുണ്ട്. അവർ ഓൾറെഡി ക്ലീൻ ചെയ്തു. എന്നാലും നമ്മുടെ ഒരു ക്ലീനിങ്. ഇപ്പൊ നാട്ടിൽ പോയിരിക്കണം. അപ്പൊ നിന്നു. വീഡിയോ എൻഡ് ചെയ്യുന്ന ഒരു കൺക്ലൂഷൻ വീഡിയോ എടുക്കാൻ പോകുമ്പോഴത്തേനും ഞങ്ങളന്ന് അടിയായി. അതുകൊണ്ട് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ ഈ ഒരു വീഡിയോ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ.